നമുക്ക് ആലപ്പുഴയിലേക്കൊന്ന് വേഗം പോവാം. അവിടെ ശരണ്യ സ്നേഹിതനുണ്ട്. ശരണ്യയ്ക്കൊപ്പം AM ആരിഫ് MP കൂടി ചേരുകയാണ്. LDF സ്ഥാനാർത്ഥി. ഈ തവണത്തെ അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികൾ എങ്ങനെയുണ്ട്, എങ്ങനെ അത് പുരോഗമിച്ചു പോകുന്നു എന്നുള്ളതൊക്കെ ശരണ്യയിൽ MP-യുടെ ഒപ്പം ചേർന്നുകൊണ്ട് നമുക്ക് പറഞ്ഞു തരും. അപ്പം ശരണ്യയിലേക്കൊന്ന് പോവുകയാണ്. ശരണ്യ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. കേൾക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ പ്രചരണ പരിപാടിക്ക് ഇറങ്ങാനുള്ള ഒരു തിരക്കിലായിരിക്കും അല്ലേ MP? അപ്പം നമുക്ക് വേഗം അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം എന്ന് തോന്നുന്നു. അതെ, പ്രചരണ പരിപാടിക്കല്ല, നമ്മളിപ്പോ ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയ അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഒരു ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ എന്തായാലും നമുക്ക് നടന്നാലോ? രാവിലെ എന്തായാലും ഒരു പ്രചരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നടത്താൻ കാര്യം വ്യായാമമൊക്കെ കൃത്യമാണ്. ഗ്ലാമറിന്റെ രഹസ്യം ഇതാണ്. വ്യായാമം കൃത്യമായിട്ടുണ്ടായിരുന്നു. അന്നൊരു ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം മുട്ടിൽ ലിഗമെന്റ് ഒരു ചെറിയ ടയർ പോലെ വന്നു. അതിനുശേഷം നടപ്പിച്ചിരി പ്രയാസമാണ്. കാർ ആക്സിഡന്റ് അല്ലേ? അത് ഭീകരമായിരുന്നു. അത് ഒരു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ശരിക്കും ആ വണ്ടി കണ്ടപ്പോ നമ്മൾ പേടിച്ചു പോയി. അത്രയും അല്ലേ? ഉറങ്ങിപ്പോയതാണോ അന്ന്? ഉറങ്ങിപ്പോയത്. ആ തലേ ദിവസം ഒരു മെറിറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം രാവിലെ തൊട്ടൊന്നും കഴിക്കാതെ, രാത്രി പോലും ഒന്നും കഴിക്കാതെ നാരങ്ങ വെള്ളം കുടിച്ചോണ്ടിരുന്നു. അത് ഞാൻ എപ്പോഴും ആരിഫിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ പലപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ ഒറ്റയ്ക്കാണ്. ഈ MP ആണ്, ഒരുപാട് സ്ഥലത്ത് പരിപാടിക്ക് പോകാറുണ്ട്. അപ്പൊ ഒറ്റയ്ക്ക് ചേർത്തലല്ല ഡ്രൈവറുടെ വീട്. അപ്പൊ വടക്കോട്ട് പോകുമ്പോൾ മാത്രം അവനോട് ഇവിടെ നിന്നോളാൻ പറയും. അവിടെ ചെന്നെടുക്കും. അവിടെ ചെന്ന് പിക്ക് ചെയ്യുക. കാര്യം അവൻ രാവിലെ ഇവിടെ ഓടി വന്നിട്ട് പിന്നെ അങ്ങോട്ട് ഓടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു എന്താ പറയാ റിലാക്സ് ചെയ്യുന്നത്. അപ്പൊ നമ്മളും ഡ്രൈവിംഗ് മറക്കാതിരിക്കുകയല്ലോ. വല്ലപ്പോഴേ ഉള്ളൂ. രാവിലെ അങ്ങോട്ട് തെക്കോട്ടാ പോകുന്നെങ്കിൽ രാവിലെ ഇഞ്ഞ് വരും. പിന്നെ രാത്രി തെക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ വരും. അങ്ങനെ ബൈക്കിലാവും വരും. ബൈക്ക് അവിടെ ആകുന്ന ദിവസമാണ് ഞാൻ വടക്കോട്ട് പോകുന്ന ദിവസം പിക്ക് ചെയ്യുന്നത്. അങ്ങനെ റെയറാണ്, അല്ലാതെ ഇല്ല. പിന്നെ ഞാനും വൈഫായിട്ട് പിന്നെ പോകുമ്പോഴൊക്കെ ചിലപ്പോ മിക്കപ്പോഴും നിങ്ങളെ കാണുമ്പോ രണ്ടുപേരും പോകുമ്പോഴത്തേക്കും പറഞ്ഞ പോലെ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. വൈഫായിരിക്കും മിക്കവാറും ഡ്രൈവ് ചെയ്യുന്നത്. കാര്യം ഈ ഫോണൊക്കെ വരുന്നുണ്ട്, എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ആയിരിക്കും. എങ്ങനെയുണ്ട് പ്രചരണത്തിന്റെ ചൂട്? ഏറ്റവും തിരക്ക് പിടിച്ച അല്ലെങ്കിൽ ഏറ്റവും ചൂട് പിടിച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ. നല്ല ശ്രദ്ധേയമായ ഒരു മണ്ഡലമായി മാറി. അത് നല്ലതാ. അതെ, എനിക്കൊന്ന് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതിനകത്ത് വേറെ പ്രത്യേകത കൂടി ഉണ്ടായിരിക്കാം. നമുക്കറിയാലോ, കഴിഞ്ഞ തവണ വലത് തരംഗം ഇങ്ങനെ ആഞ്ഞു വീശിയ സമയത്തും AM ആരിഫ് ആ ഇടതുപക്ഷ സീറ്റ് നിലനിർത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തലയിലുള്ള ഒരു ഉത്തരവാദിത്വം ഭയങ്കര വലുതാണല്ലോ, സിറ്റിംഗ് സീറ്റ് നിലനിർത്തുക. പിന്നെ തീർച്ചയായും ആ ഉത്തരവാദിത്വം നിലനിർത്തുക എന്റെ മാത്രമല്ല LDFന്റെ ആകെ ഒരു പ്രസ്റ്റീജ് എന്ന നിലയിൽ തന്നെ അത് കാണുന്നുണ്ട്. പിന്നെ പ്രഗത്ഭരൊക്കെ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റാർ മണ്ഡലത്തിലാണല്ലോ ഞാൻ തുടക്കം. അതായത് ഗൗരിയമ്മയുമായിട്ടല്ലേ ബഹുമാനപ്പെട്ട ഗൗരിയമ്മയുമായിട്ട് അരൂരിൽ മത്സരിച്ച് അല്ലെ ഫസ്റ്റ് മത്സരം അല്ലേ? നിയമസഭയിലേക്കുള്ള ആദ്യ മത്സരം അവിടെ നിന്നാണ്. അതിന് മുമ്പ് ജില്ലാ കൌൺസിലേക്ക് ജയിച്ചിട്ടുണ്ട്. എന്നാലും നിയമസഭയിലേക്കുള്ള മത്സരം അവിടെ നിന്നാണ്. ഈ ഗൗരിയമ്മയായിട്ട് അന്ന് മത്സരിക്കുന്ന സമയത്തെ ഫസ്റ്റ് മത്സരം അല്ലേ? ഗൗരിയമ്മ എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ, ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളുമായിരുന്നു. അന്ന് ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അത്? ഞാനും എന്റെ വീട്ടുകാരും ഒഴിച്ച് ഒരാള് പോലും വിശ്വസിച്ചില്ലെന്ന് കരുതിയില്ല. എന്നോട് ഞാൻ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം PS-നെയും പിണറായിയൊക്കെ വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ ജയിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാനും എന്റെ വൈഫും കൃത്യം പറഞ്ഞു ജയിച്ചിരിക്കും, ഇത്ര വോട്ടിന്റേതായിരിക്കും എന്ന് പറഞ്ഞു. അന്ന് നിങ്ങൾ അരൂർ കേന്ദ്രീകരിച്ച് അരൂരിലേക്ക് പാർട്ടി നിയോഗിച്ചിട്ട് പോകുന്നതാണോ, അതോ അരൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ? അല്ല, ഈ അരൂര് ഉൾപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് ചേർത്തലയും അരൂരും തമ്മിൽ ഉള്ള കിഴക്കൻ ഭാഗം. അതായത് ദേശീയപാതയുടെ കഴിഞ്ഞാൽ ഒരു കനാലുണ്ട്, കായൽ. ആ കായലിന്റെ കിഴക്കൻ ഭാഗം ചേർത്തലയാണ്, ഇപ്പുറത്തെ അരൂരും. ഇപ്പൊ രണ്ടും കൂടി ചേർന്ന് അരൂരായി. നേരത്തെ ആദ്യം മത്സരിക്കുമ്പോ അതൊക്കെ അങ്ങനെയല്ലായിരുന്നു. അപ്പോ ഈ ചേർത്തല ഏരിയ സെക്രട്ടറി ആയിരുന്നു ഞാൻ. SFI, DYFI എല്ലാം വളർന്നു. എല്ലാം അവിടെ അത് കഴിഞ്ഞ് പാർട്ടി ഏരിയ സെക്രട്ടറി ആയി 6 വർഷം ഇരുന്നു. ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള KV തങ്കപ്പൻ ഉൾപ്പെടുന്ന, അതായത് P കൃഷ്ണപിള്ളയോടൊപ്പമുള്ള കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. അപ്പോ അങ്ങനെ ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ പാർട്ടി ഏരിയ സെക്രട്ടറി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാൻ അരൂരിൽ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരുപക്ഷെ അരൂരുകാരെക്കാൾ കൂടുതൽ ആവേശം ചേർത്തലക്കാരായിരുന്നു.
അവരങ്ങ് കംപ്ലീറ്റ് ഒരു തീരുമാനവും ഒരു നിർദ്ദേശവും ഇല്ലാതെ അവരങ്ങ് കംപ്ലീറ്റ് അവരങ്ങ് ഇറങ്ങി. ചേർത്ത് അരൂരുകാര് ആ ആവേശത്തിൽ സത്യം പറയുമെങ്കിൽ കേസിയുടെ ഇന്നലെ വരെ ആരിഫിക്കാം, ഇന്നലെ വരെ പിക്ചർ ഒന്നും വന്നിട്ടില്ലായിരുന്നു. ഇപ്പതേ പോസ്റ്ററൊക്കെ വന്നു. പക്ഷെ എനിക്കൊന്ന് നിങ്ങള് തമ്മിലെ മത്സരം ആരിഫിക്കയുടെ പോസ്റ്ററിനൊക്കെ എപ്പോഴും ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. പോസ്റ്റർ എല്ലാം നല്ല രസം. ഈ പ്രശാന്ത് ഈ പോസ്റ്റർ ഒന്ന് കാണിച്ചത് നമ്മൾ പ്രേക്ഷകരെ പോസ്റ്റർ ഒന്ന് കാണിക്കാം. ഇതുണ്ടോ എല്ലാ തവണയും തെരഞ്ഞെടുപ്പിൽ പോസ്റ്റർ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡിസൈനിൽ ഒരു ചെറിയ പങ്ക് എനിക്കുണ്ട്. ഡിസൈനില് എനിക്ക് ഒരു ചെറിയൊരു അസുഖമാണത്. കാര്യം ഞാൻ ഡിസൈൻ എന്റെ കാലിയോഗ്രാഫി ഞാൻ എഴുതി കാണിക്കാം. ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര കേരളത്തിലെ ഒരു സ്ഥാനാർത്ഥി ഇന്ത്യയിൽ തന്നെ അപൂർവം ചില സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ സാധ്യമാവുന്നതാണ് എന്റെ വിശ്വാസം. കാര്യം അതെനിക്കറിയില്ല, അതൊന്ന് പറഞ്ഞു. അത് കാലിയോഗ്രാഫി എന്റെ ചെറുപ്പം മുതലേ തന്നെ സർട്ടിഫിക്കറ്റുകൾ എഴുതുക, അതിങ്ങനെയുള്ള ഇതെല്ലാം അതൊരു കളർ ടൂൺ ഒക്കെ നല്ല രസമാണ്. അതെ അതെപ്പോഴും ഞാൻ എങ്ങനെയുണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥി എങ്ങനെയുണ്ട് ചേട്ടാ സ്ഥാനാർത്ഥി? നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് നമ്മുടെ ഇവിടെ എന്തായാലും അത് നടക്കിറങ്ങിയത് മണ്ഡലത്തിന്റെ ആള്. അപ്പൊ എന്തായാലും ഈ പോസ്റ്ററുകൾ ഭയങ്കര വ്യത്യാസമായിട്ടുള്ള ഒരു പോസ്റ്ററാണ്. അതെ, കഴിഞ്ഞ തവണത്തെ എന്റെ പോസ്റ്ററിന് ഇന്ത്യയിലെ 1600ഓളം പ്രിന്റിംഗ് പ്രസ്സുകൾ പങ്കെടുത്ത ബാത്ര അവാർഡ് കോമ്പറ്റീഷനിൽ നമ്പർ 1 ആയി തെരഞ്ഞെടുത്ത എന്റെ പോസ്റ്റർ കഴിഞ്ഞു. അത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ല കേട്ടാ. നമുക്ക് പ്രാധാന്യം തരത്തില്ലല്ലോ. അല്ല ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. കൊടുക്കത്തുള്ളൂ. അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയൊന്നും അല്ല. എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഒരു MP ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ കനലൊരു തരി ആണല്ലോ ഈ പോസ്റ്റർ. പക്ഷെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് പോസ്റ്ററിന് ഒരു ഭയങ്കര ഡിഫറൻസ്, നല്ല ടോൺ ആണ്. പോലും അത് എനിക്ക് എന്റെ ഒരു ടച്ച് വരണമെന്ന് അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ആരിഫിക്ക ഫേസ്ബുക്ക് പോസ്റ്റുകളാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സ്വന്തം പോസ്റ്റർ ആണെങ്കിലും ഇത്തരം ഈ പരിപാടിയുടെ പോസ്റ്റർ ആണെങ്കിൽ പോലും അല്ലെ അതിനകത്ത് അതിന്റെ കൺസ്ട്രക്ഷൻ ഇപ്പൊ സാധാരണ നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എല്ലാം ഈ PWD ബിൽഡിംഗ്സ് വിഭാഗം ചുമ്മാ തീപ്പെട്ടിക്കൂടിന്റെ മാതൃകയിലേ ചെയ്യത്തുള്ളൂ ഒരു കെട്ടിടത്തിന്. അതെ അതെ അതെ, എനിക്കത് ഇഷ്ടമല്ല. ഞാനതെല്ലാം പുറത്തു കൊടുത്താ വരപ്പിക്കുന്നത്. ആർക്കിടെക്ട് ഫ്രീ ആയിട്ട് വരച്ചു തരും. വളരെ ഫേമസ് ആയിട്ടുള്ള ആർക്കിടെക്റ്റുകളെ കൊണ്ട് വരപ്പിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ എന്താ വെച്ചാൽ ആ ബിൽഡിംഗ് കണ്ടാൽ ഒരു ഐശ്വര്യം ഉണ്ടാവും. ഇപ്പൊ ആലപ്പുഴ PWDയുടെ ഒരു കോടത്തുരത്തിലെ ഒരു ചെറിയ ഒരു 1 കോടി രൂപയ്ക്ക് നിർമ്മിച്ച ഒരു വയോര വിശ്രമ കേന്ദ്രമുണ്ട്. ഇപ്പൊ PWD വരച്ചു കൊണ്ടുവന്നപ്പോ അവര് സാധാരണഗതിയിൽ പിന്നെ വരച്ച് കൊണ്ടുവന്ന്. അടുത്ത ആള് ശോഭാ സുരേന്ദ്രൻ എന്താ പറയാനുള്ളേ? അല്ല അവര് പിന്നെ വലിയ നേതാവല്ലേ, അതുകൊണ്ടല്ലേ നിങ്ങൾ പറയുന്ന പോലെ വളരെ ശ്രദ്ധേയമായ മണ്ഡലമായി ഇതൊന്നും മാറില്ല. അവർ അത്യാവശ്യം നന്നായി സംസാരിക്കുകയും എല്ലാ തവണയും വോട്ട് നില ഉയർത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു BJPയുടെ തന്നെ ഒരു വളരെ മൂല്യമുള്ള ഒരു സ്ഥാനാർത്ഥി. വോട്ട് നില ഉയർത്തുപോയോ എനിക്ക് സംശയമാണ്. കാര്യം നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു എങ്ങനെയുണ്ട് ആലപ്പുഴ മണ്ഡലത്തിന്റെ ഒരു കിടപ്പ്? ആലപ്പുഴ മണ്ഡലത്തില് നമ്മുടെ കഴിഞ്ഞ തവണ ഞാൻ ബഹുമാനപ്പെട്ട KC വേണുഗോപാലുമായിട്ട് മത്സരിക്കാനാണ് എന്റെ തീരുമാനിച്ചത്. സിറ്റിംഗ് MP അദ്ദേഹം. അതെ, ആദ്യഘട്ടത്തില് എനിക്ക് ഒന്ന് KCക്ക് വേണ്ടി പോസ്റ്ററുകൾ വരെ വന്നിട്ടുള്ള പിന്നെ സാധാരണ പുള്ളി ഈവന്റ് മാനേജ്മെന്റ് വെച്ചാണല്ലോ വർക്കെല്ലാം ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ചുള്ള വർക്കെല്ലാം പുള്ളി നേരത്തെ നടത്തിയിരുന്നു. സൈക്കിൾ ചവിട്ടുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തിരുന്നു. അപ്പോഴാണ് അദ്ദേഹമായിട്ട് മത്സരിക്കാൻ എന്നെ തീരുമാനിച്ചത്. അപ്പൊ അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് ഭാരിച്ച ഉത്തരവാദിത്തം ഡൽഹിയിലുള്ളതുകൊണ്ട് പാർട്ടി എന്നെ മത്സരിപ്പിക്കുന്നില്ല, ഞാൻ മത്സരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായി ഈ ഡൽഹിയിൽ പ്രത്യേകിച്ച് ഉത്തരവാദിത്തമൊന്നുമില്ല. അല്ലെങ്കിൽ അന്ന് പറഞ്ഞത് സത്യമാണ്. കുറച്ചുകൂടെ കൂടിയൊരു സമയമാണല്ലേ ഇതല്ലേ? അതെ, ഭാരിച്ച ഉത്തരവാദിത്തം വളരെ ഭാരിച്ച ഉത്തരവാദിത്തമായിട്ടാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ടൈംസ് നൗ പോലുള്ള വലിയ പിന്നെ സർവേക്കാരെല്ലാം പറഞ്ഞത് 52 പോലും കിട്ടത്തില്ല. കഴിഞ്ഞ 52 കിട്ടി, 42 കിട്ടാൻ ഇടയുള്ളൊന്ന് മനസ്സിലാക്കിയപ്പോ അവിടെ നിന്നാൽ ഇതിന്റെ ഈ തോൽവിയുടെ ഉത്തരവാദിത്തം മുഴുവൻ ഓർഗനൈസേഷൻ സെക്രട്ടറിയുടെ തലയിലോട്ട് വരുമല്ലോ എന്ന് കരുതിയുള്ള ഒരു ജമ്പിങ് ആയിരിക്കും ചിലപ്പോൾ. ഇപ്പൊ പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ നടക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട്. അതായത് KC വേണുഗോപാൽ വിജയിച്ചാൽ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം, ആ രാജ്യസഭാ അംഗം എന്നുള്ള രീതിയിൽ അത് BJPക്ക് കൊടുക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇടതുപക്ഷ അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തുന്നത് ശരിയാണോ? കാരണം ഒരാൾ ജയിക്കുന്നു എന്നുള്ളൊരു ചിന്തയല്ലേ അതിലേക്ക് കൊടുക്കുന്നത്? അല്ലല്ല, ജയിച്ചാൽ അങ്ങനെയുള്ള ആളെ ജയിപ്പിക്കരുത് എന്നാണ് അതിന്റെ മെസ്സേജ്. അത്രേ ഉള്ളൂ. ജയിപ്പിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് BJPക്ക് അബ്സല്യൂട്ട് മെജോറിറ്റി രാജ്യസഭയിൽ കിട്ടുന്നതിന് ഇടവരും. അപ്പൊ ആ സാഹചര്യം കണക്കിലെടുത്ത് ജയിപ്പിക്കാതിരിക്കാൻ
BJP ഇന്ത്യ രാജ്യത്ത് ശക്തി പ്രാപിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ്സുകാരടക്കം ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ്. നിങ്ങൾ എന്തായാലും എല്ലാവരും ഇന്ത്യ മുന്നണിയായിട്ടാണല്ലേ പോകുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ ഒരു പ്രകടന പത്രികയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇവിടെ ഭയങ്കര മത്സരമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും അവിടെ പോയി ഒരുമിച്ചിരിക്കേണ്ട ആളുകളാണ് അല്ലേ? അവര് ഇപ്പൊ നമ്മള് ഇവിടെ ആലപ്പുഴയ്ക്ക് ഇടതുപക്ഷത്തിന്റെ ഒരു സ്ട്രെങ്ത് എന്താണ്? ഒന്ന് AM ആരിഫ് തന്നെയാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത്. കാരണം പല ഘട്ടങ്ങളിലും വലിയ മത്സരം നടക്കുന്ന ഘട്ടത്തിലുമെല്ലാം ആരിഫ് അതിനെ മറികടന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഇത്തവണ നിങ്ങൾ വെക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇടപെടാൻ കഴിയുമെന്നൊക്കെയാണ് ആരിഫൊക്കെ കരുതുന്നത്? ഞാൻ യഥാർത്ഥത്തിൽ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തില് പാർലമെന്റിൽ കണ്ട ഒരു കാഴ്ച, മറ്റേ നമ്മുടെ സുധാകരൻ പറഞ്ഞതുപോലെ പാർലമെന്റ് ഒരു ഏകോപനം ഉണ്ടായിരുന്നില്ല, പ്രതിപക്ഷം ഒരു ഏകോപനം ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഏകോപനത്തിന് വേണ്ടിയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ KC വേണുഗോപാൽ മത്സരിപ്പിക്കുന്നതെന്ന് കണ്ട എന്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് കേട്ട്. KC വേണുഗോപാൽ മത്സരിക്കുന്നത് ഇപ്പൊ രാഹുൽ ഗാന്ധി മോശക്കാരനാക്കിയല്ലേ പുള്ളി? ഏതാ രാഹുൽ ഗാന്ധിയെ തീർത്തും മോശക്കാരനാക്കി. രാഹുൽ ഗാന്ധിയുള്ള പാർലമെന്റിൽ ഏകോപിപ്പിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ ശശി തരൂർ മോശക്കാരനാണ്. ഇവരാർക്കും ഏകോപിപ്പിക്കാൻ കഴിയാതെ അവരെക്കാളൊക്കെ ഇദ്ദേഹമാണ് വലുതെന്ന് പറയുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നില്ല. അവിടെ ഒരു പ്രതിപക്ഷ ഏകോപനം ഉണ്ടായിരുന്നില്ല. അതാണ് ഞങ്ങൾ പറയുന്നത്, ഇടതുപക്ഷത്തിന് കൂടുതൽ അംഗങ്ങൾ പാർലമെന്റ്. ഞാൻ സത്യം പറയാം, ഒരു 10-15 LDF അംഗങ്ങളാണുള്ളതെങ്കിൽ സംഗതി ചിത്രം മാറുമായിരുന്നു, ഭയങ്കരമായിരുന്നു. നമ്മൾ ഈ SFI, YFI അതുവഴി വന്നിട്ടുള്ള കേഡർമാരാണല്ലോ ഞങ്ങൾ മത്സരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സ്പിരിറ്റ് കാണിക്കുമായിരുന്നു. ഏതാ ഇത് ആ ഒരു ഒരൊറ്റപ്പെടലുണ്ടല്ലോ, ഇടതുപക്ഷത്തിൽ നിന്ന് ഒരേ ഒരാളായിട്ട് പോകേണ്ടി വന്നു. അത് ഒരു പരിമിതി ഉണ്ടാക്കിയിട്ടില്ലേ? തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ അത് ആദ്യം നമ്മളിപ്പോ നിയമസഭയിൽ പ്രവർത്തിച്ച് പരിചയമുണ്ടെങ്കിലും അതിന്റെ അന്തരീക്ഷം ഒന്ന് വേറെയാണ്. ആ പരിഭ്രമം മാറാൻ തന്നെ കുറച്ച് നമുക്ക് പുതിയൊരു അറ്റ്മോസ്ഫിയർ അല്ലേ? ലാംഗ്വേജ് നമ്മളിപ്പോ ഇടപെടലൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു നമ്മളെ ഒന്ന് ഗൈഡ് ചെയ്യാൻ അവിടെ നമ്മളൊരു കൂട്ടായി പ്രവർത്തിക്കുന്ന പോലെ അല്ലല്ലോ. അതൊരു ബില്ലുകളൊക്കെ കൈയെന്ന് വെച്ചാൽ വലിയ പ്രാധാന്യമുള്ള ബില്ലുകളല്ലേ വരുന്നത്. അപ്പൊ ആ ബില്ലുകളിലെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഞാനിപ്പോ സത്യം പറയാണ്, ഞാൻ 5 കൊല്ലം അവിടെ പ്രവർത്തിച്ചെങ്കിൽ സാധാരണ നിയമസഭാ അംഗമായിരിക്കുമ്പോൾ ഞാൻ വൈകുന്നേരമായി കഴിഞ്ഞാൽ കൂട്ടുകാർ ഓടിയ ജയിലിൽ അങ്ങനെ കുറച്ച് കൂട്ടുകാരുണ്ട് നിയമസഭയിൽ. അത് ഞങ്ങൾ എല്ലാവരുമായിട്ട് പോയി സിനിമയ്ക്ക് പോകും. ഈ 5 കൊല്ലം അവിടെ ഉണ്ടായിട്ട് ഒരു സിനിമയ്ക്കോ ഒരു നാടകത്തിനോ ഒരു പരിപാടിക്കോ ഈ 5 കൊല്ലക്കാലത്തിന് ഞാൻ പോയിട്ടില്ല. ഡൽഹി ജീവിതം ഭയങ്കര അല്ലെ? എനിക്കൊന്ന് കഴിഞ്ഞ 5 വർഷം പഠിക്കാനുള്ള ശ്രമമായിരുന്നു. കാരണം വെച്ചാല് ഞാന് ഈ ബില്ലുകളെല്ലാം ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഡ്രാഫ്റ്റിങ്ങിന്റെ അതിന്റെ ഉള്ളടക്കം, അതിന്റെ ഒബ്ജക്ഷൻസ്, റീസൺസ് എല്ലാം മനസ്സിലാക്കിയിട്ട് അതിന്റെ ഹിസ്റ്ററി, അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പല പ്രമുഖരുമായി ചോദിച്ചിട്ടാണ് എടുക്കുന്നത്. അല്ലാതെ നമുക്കൊരു നമ്മളെ എൻസൈക്ലോപീഡിയ ഒന്നുമല്ലല്ലോ. തീർച്ചയായിട്ടും ഇവരൊക്കെ ചോദിച്ച് പഠിച്ച് ഇരുന്ന് എഴുതി ആകെ 2-3 മിനിറ്റാണ് നമുക്ക് കിട്ടുന്നത് സംസാരിക്കാൻ. കാര്യം ഞങ്ങൾക്ക് 3 മെമ്പർമാരേ ഉള്ളൂ. ഈ 3 മിനിറ്റിനുള്ളിൽ 3000 കാര്യങ്ങളാണ് പറയേണ്ടത്. അപ്പൊ നമ്മള് ഈ ലാംഗ്വേജ് ഫ്ലുവൻസി ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായും ആ ഫ്ലുവൻസിയിൽ അങ്ങോട്ട് പറയാൻ തപ്പി നടഞ്ഞും പറഞ്ഞാൽ നമ്മൾ എന്ത് സംഭവിക്കും? ഈ 3000 പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എഴുതി അങ്ങ് വായിച്ചാൽ തെറ്റും പറ്റത്തില്ല. സ്പീഡിൽ കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ സബ്ജക്റ്റുകൾ അവതരിപ്പിക്കാം. ഈ പ്രിപ്പയർ ചെയ്യുന്ന തനിയെ ഇരുന്ന് ഓരോരുത്തരെ വിളിച്ച് റെഫർ ചെയ്താണ് എടുക്കുന്നത്. സ്വാഭാവികമായിട്ട് ഒരു കൂട്ടായ്മയും ഒരു ഡിസ്കഷനും ഒക്കെ അല്ലേ? അങ്ങനെ ഒരു നിങ്ങൾക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു നിയമസഭയിൽ. പക്ഷെ അതിനപ്പുറത്തേക്ക് അവിടെ ബില്ലുകൾ നമുക്ക് 2-3 2 മുമ്പ് തരും. ഇത് ആൾ ഓഫ് എ സഡൻ പെട്ടെന്ന് ഇന്ന് രാവിലെ നമ്മുടെ ലിസ്റ്റ് ഓഫ് ബിസിനസ് എടുത്ത് നോക്കുമ്പോഴാണ് ഇന്ന ബില്ലാണ് വരുന്നത്. ആ രാവിലെയെങ്കിലും വന്നാലും ചിലപ്പോൾ ആശ്വാസം കിട്ടും, ഉച്ചവയ്ക്കുള്ളിൽ തയ്യാറാക്കാം. കുത്തിരുന്ന് പഠിച്ച ഏതെങ്കിലും ബില്ലുണ്ടോ? പഠിച്ചിട്ടും മനസ്സിലാവാഞ്ഞത്? അങ്ങനെ പഠിച്ചിട്ടും മനസ്സിലാകാത്ത ബില്ലൊന്നുമില്ല. കാര്യം നമ്മൾ ഒരു ലോയർ അല്ലേ, ഇതൊക്കെ പറഞ്ഞാലും നമ്മൾ പ്രാക്ടീസ് ചെയ്ത ലോയർ അല്ലേ. അപ്പോ ആ എക്സ്പീരിയൻസ് നമുക്കുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ട് മനസ്സിലാകാത്തൊന്നുമില്ല. പക്ഷെ നമുക്ക് ഈ എക്സ്പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായും നമ്മളൊരു ഫ്രീ ഹാൻഡായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഇത് കിട്ടാനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ രാജ്യസഭയിൽ ഓരോ മെമ്പർമാർക്കും 5, 10, 15 മിനിറ്റൊക്കെയാണ് LDF അംഗങ്ങൾ കിട്ടുന്നത്. നമുക്ക് ആകെ 3 മിനിറ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ ഈ സത്യം പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ടേമില് MP ആയിട്ട് മത്സരിക്കുകയും പോകാൻ തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ പഴയ MP ആയിരുന്ന AM ആരിഫ് അല്ലേ, കുറച്ചുകൂടി സ്റ്റഡീഡ് ആണ്, കാര്യങ്ങളിൽ വ്യക്തതയുണ്ട്, കുറച്ചുകൂടി നന്നായി പെർഫോം ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. ഡെഫിനറ്റ്ലി, ഓഫ് കോഴ്സ് 100% കാര്യത്തിൽ എനിക്ക് എന്റെ പരിമിതികളെ മുറിച്ചു കടന്ന് എനിക്ക്
പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ ഇലക്ഷനിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നലെയാണ് UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ പ്രചരണം ആരംഭിച്ചത്. പക്ഷെ ഇന്നലെ AM ആരിഫ് ഇടതുപക്ഷത്തിന് ആലപ്പുഴ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി AM ആരിഫ് പ്രചരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി എന്ന് ഞാനൊരു ഒരു എന്താ പറയാ ഒരു സൂപ്പർഫിഷ്യലായി അതിലൊരു ഒരു റൗണ്ട് എല്ലായിടത്തും പോയി എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ഓവറോൾ ഇങ്ങനെ ഒരു ഓട്ടം ഓടിയുള്ളൂ. പിന്നെ കഴിഞ്ഞ 5 വർഷക്കാലം പാർലമെന്റ് ഇല്ലാത്ത എല്ലാ ദിവസവും ഞാൻ ലൈവായി ഇവിടെ ഉണ്ട്. അതാണ് ഒരു പ്രത്യേകത കേട്ടോ. അതായത് എല്ലാ സ്ഥലത്തും ആക്സസ് ആണ്, എല്ലായിടത്തും പോവും. ഈ പറഞ്ഞ പോലെയുള്ള വലിയ അകമ്പടികളോ ബഹളങ്ങളോ ഒന്നുമില്ല. ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് എല്ലായിടത്തും പോകും അല്ലെ. വണ്ടി ഓടിച്ച് പാർട്ടിക്കാർ പോലും മിക്ക സ്ഥലങ്ങളിലും അങ്ങനെ ഒരു വലിയ അകമ്പടിയോ ബഹളങ്ങളോ ഒന്നും ഇല്ലാതെ എല്ലാ വീടുകളിലും മരണ വീട്ടിലായാലും കല്യാണ വീട്ടിലായാലും എവിടെയാണെങ്കിലും ഞാൻ ഒറ്റയ്ക്കാ പോകുന്നു. ഒരു ആ പാർട്ടിക്കാരും അറിയാറില്ല. അവർ ചെന്ന് കഴിഞ്ഞതിന് ശേഷം വിളിച്ചു നോക്കി, അയ്യോ വന്നായിരുന്നോ? ഞാൻ വന്നായിരുന്നു എന്നൊക്കെ പറയും. അതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ആര് വിളിച്ചാലും ഫോൺ എടുക്കും. അതെ, അതും ശരിയാണ് കേട്ടോ. ഇപ്പം തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിലും നമ്മള് ഇതാണ് കേട്ടോ. ഇതേ ആരിഫിക്കയുടെ ഇത് ആ വണ്ടി, ഈ വണ്ടി മാറിയല്ലേ പിന്നെ ഈ വണ്ടി ആയിരുന്നു അന്ന്. ഈ വണ്ടി ഇതിന്റെ തന്നെ മോഡലായിരുന്നു അന്ന് ആക്സിഡന്റ് ആയത്. ചേച്ചി ഇപ്പോ അതായത് വൈഫ് എന്നോട് ഡോക്ടറാണ്. വൈഫ് എന്നോട് പറഞ്ഞു ഈ വണ്ടി എടുക്കുന്നത് മോന്റെ ഇഷ്ടപ്രകാരം എടുത്ത വണ്ടിയാണ്. ഈ ഇന്നോവ എടുക്കുന്നതിനായിരുന്നു താല്പര്യം. പക്ഷെ ഈ പോക്കിന് ഇങ്ങനെ പോയാൽ ഒരു സെക്യൂരിറ്റി ഉണ്ടാവൂല. അതുകൊണ്ട് സെക്യൂരിറ്റി ഇടിച്ചു ഡെഫിനറ്റ്ലി കാര്യം വെച്ചാല് ഉറങ്ങി ഞാൻ കണ്ണോട് നോക്കിയപ്പോഴത്തേക്ക് ലോറിയുടെ അടിയിലിരിക്കുക ഞാൻ കംപ്ലീറ്റ് ഫുൾ അങ്ങ് ഉറങ്ങിപ്പോയാ. ഒരു സെക്കൻഡ് കണ്ണടച്ചു. ഒരു സെക്കൻഡ് തിരക്കേറിയ ജംഗ്ഷനിലായിരുന്നു. ഒരു സെക്കൻഡ് മാത്രമാണ് കണ്ണടച്ചത്. അതായത് ഒന്ന് ഛർദില് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പിന്നെ എന്താ പറയാ കഴിഞ്ഞ തലേ ദിവസത്തെ നാരങ്ങ വെള്ളം കൂടിയാണ് ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്ന് അസിഡിറ്റിയും കൂടി. അപ്പൊ അത് കാരണം ഉറക്കം ഒട്ടി ശരിയായില്ല. ഒരു പോളക്കണ്ണ പോലും ഉറങ്ങില്ല. അപ്പൊ ഞാനെന്നാ അവനിങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതിയായിരുന്നു. ഡ്രൈവിംഗ് ഇഷ്ടമാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പരമാവധി ഓടിക്കാൻ ശ്രമിക്കും. കാര്യം ഡ്രൈവിംഗ് നമുക്കൊരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള നമ്മുടെ ഒരു റിലാക്സ് ആവുകയും ചെയ്യും. അത് മാത്രമല്ല നമ്മൾ കെയറിങ്, നമ്മൾ ഒരു വർത്താനം പറയുന്നു, ഫോണിൽ സംസാരിക്കുന്നു, മറ്റു വണ്ടികൾ ശ്രദ്ധിക്കുന്നു. നമ്മുടെ ബ്രെയിൻ മൾട്ടി ടാസ്ക് എന്ന് പറയുന്ന സംഗതിയുണ്ട്. ആ മൾട്ടി ടാസ്കിന്റെ ഡെവലപ്മെന്റ് നല്ലതാണ്. അതാണ് പലപ്പോഴും പല പ്രമുഖരും സ്വയം വണ്ടി ഓടിക്കുന്നു. സുരേഷ് ഗോപി സ്വയം വണ്ടി ഓടിക്കുന്നത് കാണാം, മമ്മൂക്ക സ്വയം വണ്ടി ഓടിക്കുന്നത് കാണാം. ഇങ്ങനെയൊക്കെ അവരൊക്കെ ഡ്രൈവർമാരില്ലാണ്ടല്ലോ. അതില് വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ഡ്രസ്സ് എങ്ങനെയാ സെലക്ട് ചെയ്യുന്ന? എല്ലാ ഷർട്ടും നല്ലതാണ്. അല്ല, സത്യം പറയാമെങ്കിൽ എന്റെ ഒരു വീക്ക്നെസ് ആണല്ലോ ഇത്. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ SM കോളേജ് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോഴത്തേക്ക് അന്ന് റഹ്മാൻ തരംഗമാണ്. റഹ്മാൻ കൂടെ ഇവിടെ അങ്ങനെയുള്ള തരംഗം സിനിമയിൽ ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർത്ഥൻ എന്ന് പറയുന്ന ഒരു ഞങ്ങളുടെ SFI നേതാവായിരുന്നു. ഇപ്പൊ അദ്ദേഹം JSSലൊക്കെ പോയി. പാർത്ഥൻ ഇച്ചിരി കവിയൊക്കെ കൂടിയാണ്. അപ്പോ പാർത്ഥൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സ്കൂൾ ക്ലാസ് മുറികളിൽ കയറി. എന്റെ പൂവേ ചുവന്ന പൂവേ എന്നൊക്കെ പറഞ്ഞു പുള്ളി ആ പാട്ടൊക്കെ പാടി. കണ്ടില്ലേ റഹ്മാനെ പോലെ ചുവന്ന തുടുത്തെന്ന് പറഞ്ഞാൽ നല്ല കളറായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. ഇത് കണ്ട, ഇതാണ് എന്റെ ഒറിജിനൽ കളർ. ഇതാണ് ഇലക്ഷന് പണി തുടങ്ങിയപ്പോഴാണ് ഇത്. ഇപ്പോഴല്ല, ഇത് വർഷങ്ങളിൽ നമ്മളിപ്പോ അത് എന്തുമാത്രം. അല്ല ഹരിഫിക്ക് ഒരു ഗ്ലാമർ കാൻഡിഡേറ്റ് ആയിരുന്നു കേട്ടോ. മത്സരിക്കുന്ന സമയത്തൊക്കെ എല്ലാവരും നല്ല സുന്ദരനാണെന്ന് പറയുന്നുണ്ട്. അല്ല, അത് നമുക്ക് ഇതൊക്കെ ഓരോ അനുഗ്രഹങ്ങളാണ്. നമ്മള് എന്താ പറയാ, അത് മനസ്സിന്റെ കണ്ണാടിയാണെന്ന് പറയുന്ന പോലെ അല്ല, നമ്മള് എല്ലാവർക്കും ഓരോരുതായ സൗന്ദര്യങ്ങളുണ്ട്. ഞാനില്ല എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ പരമാവധി എന്താ പറയാ നല്ല രീതിയിൽ നമ്മൾ പെരുമാറുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ സൗന്ദര്യം. നമ്മൾ പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും നമ്മളിപ്പോ പരിചയപ്പെടുന്ന ഒരു 10-20% ആളുകൾക്ക് MP-മാരെന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസ ഉള്ളവരാണ്, വരുമാനമുള്ളവരാണ്. ഇതൊക്കെയാണ് ഇഷ്ടംപോലെ വരുമാനമുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നവർക്കെല്ലാം 1000-10,000 മറ്റൊക്കെ കൊടുത്താൽ പണ്ട് ഈ ഇദ്ദേഹം കൊടുക്കുമായിരുന്നു. ആരാ നമ്മുടെ മരിച്ചുപോയ എന്താ തോമസ് ചാണ്ടി. വീട്ടിൽ വന്ന ഒരാളെ പോലും പുള്ളി ഒരു പൈസ കൊടുക്കാതെ വിടത്തില്ല. 10,000-2,000 ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്ക് 200 രൂപ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ഓരോ നേരം വെളുത്താൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്നു. സാറേ വീട്, സാറേ ജോലി,
സാറെ മരുന്നിന് പൈസ, സാറെ കെട്ടിച്ചു വിടണം പൈസ, ഇങ്ങനെ ചോദിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ ചെയ്തില്ലെങ്കിൽ അത് വലിയ വിമർശനം. നമുക്ക് ഇപ്പൊ ഇതൊന്നും നമുക്കില്ല. അപ്പൊ നമ്മൾ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞ് ചെയ്യിക്കലാണ് ഞാൻ ചെയ്തത്. അതൊരു പറയുമ്പോ പോലും അവരോട് പറയും, ഒരാളോടും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഇവിടെ കയറാൻ പറ്റത്തില്ല. ഇവിടെ കയറാൻ പറ്റുന്നത് അതിന് മാത്രം ആൾ വരും. അപ്പോൾ ഒരു സാമ്പത്തിക സ്ഥിതി നമുക്കില്ല അത് നമുക്ക് സാമ്പത്തികം നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം അതാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ 75 ലക്ഷത്തോളം പിന്നെ 75 ലക്ഷം എന്ന് പറഞ്ഞാൽ മൊത്തം പ്രസ്സിലും അവിടെ ഇവിടെ ആയിട്ട് ഒരുപാട് കടം വന്നു. ആ കടമെല്ലാം വീടാൻ വളരെ പ്രയാസപ്പെട്ടു. ഇപ്പോഴും വീടിയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. വൈഫ് ഭയങ്കര വർക്കിംഗ് ആണ് കേട്ടോ. ചേച്ചി നല്ല ഹാർഡ് വർക്കർ ആണ്. ചേച്ചിയുടെ സംവിധാനം ഡോക്ടറാണ്. ചേച്ചിയുടെ സംവിധാനം ഹെൽത്ത് കേന്ദ്രീകരിച്ചിട്ടാണല്ലേ? ചുമ്മാ വലിച്ചുവാരി കഴിക്കാതിരിക്കാനുള്ള ഉപദേശമൊക്കെ എപ്പോഴും തരും. വയറിയാടും, നിങ്ങൾ ചുമ്മാ ഇങ്ങനെ വലിച്ചുവാരി കഴിക്കരുത് എന്നൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറയും. വൈഫിനെയും മക്കളെയും കുറിച്ച് എന്റെ വൈഫ് നന്നായി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് അവർ പഠിച്ചു വളർന്നത്. കാര്യം വെച്ചാൽ ഈ വൈഫിന്റെ വാപ്പ അതേ എയർഫോഴ്സിലായിരുന്നു. അപ്പോൾ വേറെ സ്ഥലങ്ങളിലെ ചണ്ഡീഗഡില്, അവിടെ പഞ്ചാബില്, അങ്ങനെ ഇവര് പഠിച്ചതും എല്ലാം. പേരെന്ന് പറയൂ. ഡോക്ടർ ഷെഹനാസ്. ഷെഹനാസ് നല്ല രീതിയിൽ അവർക്ക് ആ സ്റ്റാൻഡേർഡിലാണ് പഠിച്ചു വളർന്നത്. അപ്പൊ സ്വാഭാവികമായും അതനുസരിച്ചുള്ള ഒരു എല്ലാ കാര്യങ്ങളിലും ആ ശ്രദ്ധ ഉണ്ട്. വീടിന്റെ കാര്യമായി വീടിന്റെ കാര്യം നമ്മളൊന്നും അറിയണ്ട, നമുക്ക് ധൈര്യമായിട്ട് പോവാം. അപ്പൊ 1 രൂപ പോലും ഞാൻ വീട്ടിലെ ചെലവിന് കൊടുക്കാറില്ല. എന്റെ ഇല്ല. കാര്യം കിട്ടുന്ന പൈസ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു പ്രശ്നമുണ്ട്, അറിയാലോ, ലേവിയങ്ങ് എടുക്കും. ഇപ്പൊ നമുക്ക് കിട്ടുന്ന 1,89,000 രൂപയാണ് ആകെ ഒരു MP-ക്ക്. ഇന്ത്യയിലാകെയുള്ള എല്ലാ MP-മാർക്കും എല്ലാം കൂടി ചേർത്ത് കിട്ടുന്ന, അതായത് TADA മറ്റോ എല്ലാം കൂടെ കിട്ടുന്ന ആകെ നമുക്കുള്ള ഇതാണ്. ആ 1,89,000 1 പാർട്ടി എടുക്കും. പിന്നെ 89 കൊണ്ട് 30 രൂപ വണ്ടിക്കും അടച്ച്, പിന്നെ ഈ 69 രൂപ കൊണ്ട് പെട്രോൾ അടിക്കാൻ പോലും ഡീസൽ അടിക്കാൻ പോലും ആരും പൈസ തരാറില്ല. നമ്മൾ ആരും മേടിക്കാറുമില്ല, ആരും തരാറും ശ്രമിക്കാറ് പോലും ഇല്ല. നമ്മൾ മണ്ഡലത്തിന് വെളിയിൽ പോയാൽ പോലും എന്തൊക്കെ ഉണ്ട് സുഖമല്ലേ. അപ്പൊ അവർ വിചാരം നമുക്ക് സർക്കാർ അടിച്ചു തരുന്നതാണ് എന്നുള്ളതാണ് അവരുടെയൊക്കെ വിചാരം. പക്ഷെ നമുക്ക് തരാറില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സത്യം പറയാമെങ്കിൽ ഇതൊന്നും നമ്മൾ ആരോടും പറയാറില്ല. നമുക്ക് ഒരു കൂട്ടർ വിളിച്ച് ഉച്ചഭക്ഷണം തന്ന് ഞങ്ങൾ 3 പേർക്കും ഭക്ഷണം തന്നാൽ, ഞാനും ഡ്രൈവറും പിന്നെ ഒരാൾ കൂടെ കാണും സഹായി, അവർക്കൊരു ഉച്ചഭക്ഷണം തന്നാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നതാണ് ഇന്നൊരു 10-3 രൂപ ലാഭമായി. സത്യം ഞാൻ ഉള്ളു തുറന്ന് പറയുക. കാര്യം അല്ലെങ്കിൽ ഈ പൈസ കണ്ടെത്താൻ നമ്മൾ വലിയ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഞാൻ എന്റെ അമ്മ സത്യം പറയുകയാണ്, ഞാൻ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴും. ഞാൻ അത്യാവശ്യം നല്ല ചെലവുണ്ടല്ലോ. പ്രത്യേകിച്ച് മണ്ഡലം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് നമ്മൾ അത്യാവശ്യം പിന്നെ എല്ലായിടത്തും എത്താറുണ്ട്. ഞാൻ ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും, എല്ലാ കല്യാണമാണെങ്കിലും മരണമാണെങ്കിലും ഒക്കെ സ്ഥലത്ത് ഞാൻ ലൈവല്ലേ. ഈ പാർലമെന്റ് കഴിഞ്ഞാൽ നേരെ മണ്ഡലത്തിൽ വന്നാൽ പിന്നെങ്ങും പോകുന്നില്ലല്ലോ, ഫുൾ ടൈം ഉണ്ട്. ഏതോ ഒരു പിന്നെ ചാനലിലെ ഒരു ഇന്റർവ്യൂവിൽ എന്നെ വിമർശിച്ചുകൊണ്ട് നല്ലവണ്ണം സംസാരിച്ച ഒരു BJP പ്രതിനിധി പറഞ്ഞു, എത്ര മാർക്ക് കൊടുക്കാമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു 2.5 മാർക്ക് കൊടുക്കാം. എന്താന്ന് ചോദിച്ചപ്പോൾ പറയണേ, എപ്പോഴും വണ്ടി അവിടെ ഉണ്ട്, നാട്ടിലുണ്ട്. അപ്പൊ അവർക്ക് പോലും ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ നാട്ടിലുണ്ട്. പൊളിറ്റിക്കലിലേക്ക് പോകുമ്പോൾ നല്ല മത്സരമാണ്. KC വേണുഗോപാലാണ് പ്രചരണം തുടങ്ങി, ഇന്നലെ പ്രചരണം തുടങ്ങി. NDAയും ഒരു വശത്ത് നന്നായി പ്രചരണമൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ മത്സരത്തിലേക്കൊന്ന് കടന്നാൽ എന്താ അവസ്ഥ? എനിക്ക് ആകെ കൂടെയുള്ള അദ്ദേഹത്തിന് ഒരുപാട് സോഴ്സസ് ഉണ്ട് പൈസക്കൊക്കെ. അദ്ദേഹം കർണാടക ചാറി, കോൺഗ്രസിന്റെ ദേശീയ നേതാവ്, വിവിധ സ്ഥലങ്ങളിൽ. ഞാനൊക്കെ എന്ന് വെച്ചാൽ സത്യം പറയാം, ഇപ്പോൾ വികസന രേഖ നമ്മൾ സാധനം അടിച്ചു വെച്ചിട്ട് ഒരാഴ്ചയായി. വളരെ സത്യം പറയാം, എടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. സാമ്പത്തിക ഒരു വലിയ പ്രയാസം. പാർട്ടി അതിൽ കളക്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ ഓരോരുത്തർ. അപ്പൊ അടിച്ചു വെച്ചിരിക്കുന്ന സാധനം പോലും എടുക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇത് ആരോട് പറയാൻ? എന്നാലും കിട്ടുന്ന സമയം എല്ലാം ഇറങ്ങുന്നുണ്ടല്ലോ അല്ലേ, എല്ലാവരും കാണാനൊക്കെ. തീർച്ചയായിട്ടും. ഒരു റൗണ്ട് എന്തൊക്കെയായിരുന്നു പ്രചരണം നടന്നത്? അല്ല, നമ്മള് പിന്നെ വ്യക്തികളെ കാണുക, ഓരോ അസംബ്ലി മണ്ഡലങ്ങളിലെയും പ്രധാനികളായിട്ടുള്ള പിന്നെ വ്യക്തികളെ കാണുക, വിവിധ സാമുദായിക നേതാക്കന്മാരെ കാണുക, അതുപോലെ തന്നെ റോഡ് ഷോ നടത്തുക. ഇതൊക്കെയാണ് ഇപ്പോൾ ഒരു റൗണ്ട് നടന്നിട്ടുള്ളത്. ഒരു സിസ്റ്റമാറ്റിക് ആയി പാർട്ടിയും ഒരു സിസ്റ്റമാറ്റിക് ആയ ഒരു ചട്ടത്തിൽ ഒരു ബാക്കിൽ ഒരു എണ്ണ യന്ത്രം പോലെ ആയി തുടങ്ങിയോ? അത് ഇപ്പൊ ഇത്രയും ദിവസം വരെ ഒരു പിക്ചർ ഇല്ലായിരുന്നു അല്ല, ഇപ്പൊ ഒരു കളം തെളിഞ്ഞു കഴിഞ്ഞു. അതായി വരുന്നേ ഉള്ളൂ. പാർട്ടിയും എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ പാർട്ടി മിഷണറി പെട്ടെന്നാണല്ലോ ചലിക്കുന്നത്. കാര്യം റൂട്ട് ലെവലിൽ വരെ പാർട്ടിക്ക് അതിന്റെ സംഘടനാ സംവിധാനമുണ്ട്. അപ്പൊ ആ സംഘടനാ സംവിധാനം വരുന്നത് എതിരാളി വരുമ്പോ, പ്രചരണം കൊഴുക്കുമ്പോ, നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ അതെ 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 അതെ. എന്തായാലും ഒരുപാട് നേരം നമ്മൾ നിർത്തുന്നില്ല. കാരണം ഒന്ന് നടന്നിട്ട് വന്ന് റെഡിയായി കായംകുളത്ത് പോകേണ്ടതാണ്. കായംകുളം കരുനാഗപ്പള്ളി മേഖലകളിലാണല്ലേ ഇന്ന് അവിടെയാണ്.
കായംകുളം മാത്രമാണ്. കായംകുളമാണ്. അപ്പോ ആദ്യഘട്ടത്തിൽ ഒറ്റത്തവണ ഒരു റൗണ്ട് പൂർത്തിയായി. ഇന്നലെയോടുകൂടി KC വേണുഗോപാലും ഒക്കെ എത്തിയോടെ ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് ചിത്രം ആ ഒരു കളം തെളിഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് മത്സരം, ആരൊക്കെ തമ്മിലാണ് ഫൈറ്റ് എന്നൊക്കെ ഉള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ഒരു ആവേശം പ്രവർത്തകരിലുണ്ടല്ലോ അല്ലെ ആരിഫിക്ക്? തീർച്ചയായും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ഡലം നഷ്ടപ്പെടരുത് എന്നുള്ളൊരു വലിയൊരു ആവേശം നവമാധ്യമങ്ങളിലൊക്കെ അങ്ങനെ നല്ല രീതിയിൽ ക്യാമ്പയിനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അതെ, ഈ മണ്ഡലത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഓരോ LDF പ്രവർത്തകരുടെയും ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ വർഗീയ ശക്തികൾ കൂടുതൽ വോട്ട് പിടിക്കാതിരിക്കാൻ. കാര്യം ഇത് പുന്നപ്രവയലാറിന്റെ മണ്ണാണ്. കഴിഞ്ഞ തവണ വേറൊരു കോൺടെസ്റ്റിൽ ഉണ്ടായ ഒരു വോട്ട് പിടുത്താണ്. അത് ആ സാഹചര്യം ഇപ്പം ഇല്ല. അതൊക്കെ ഇപ്പോൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ശബരിമലയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു കാര്യം എടുത്തു വെച്ച് BJPക്കാർ വർഗീയമായ അവർ രണ്ടു കൂട്ടരും കോൺഗ്രസും ആക്രമിക്കുന്നു. ഇവർ തമ്മിലൊരു ആക്രമണം ഞാൻ കാണുന്നില്ല. അതാ KC വേണുഗോപാലിനെ വിമർശിച്ചുകൊണ്ട് BJP സ്ഥാനാർത്ഥിയെ വിമർശിച്ചുകൊണ്ട് KC വേണുഗോപാൽ ആൾക്കാരോ പരസ്പരം ഒറ്റ അറ്റാക്കുമില്ല. രണ്ടുപേരും കൂടെ മത്സരിച്ച് എന്നെ അറ്റാക്ക് ചെയ്യുന്ന കാര്യത്തിൽ നല്ല മത്സരമാണ് നടക്കുന്നത്. ഒരു ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞത് ആദ്യം എന്റെ ലോക്നാഥ് ബെഹ്റ അവിടെ കിടക്കട്ടെ, എന്റെ കാര്യം. അതായത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തിരുവനന്തപുരത്ത് വെച്ച് ഞാൻ നിങ്ങളിത് വലിയ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറയാം. ഞാൻ എന്റെ ഫുൾ വീഡിയോ കാണിക്കാം. ഞാൻ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ തിരുവനന്തപുരം പ്രസ് ക്ലബ് എനിക്കൊരു സ്വീകരണം തന്നു, ഒരു വാളും പരിചയമൊക്കെ തന്നു. 70-75 മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു. വലിയ നല്ല ക്രൗഡഡായിരുന്നു. ആ ഹോള് മുഴുവൻ നിറഞ്ഞ് പ്രസ് ക്ലബ്ബ് നിറഞ്ഞ ആളുണ്ടായിരുന്നു. അവരെല്ലാം നല്ല സ്വീകരണം തന്നു, നല്ലൊരു സംസാരിച്ചു. എല്ലാം കഴിഞ്ഞ് ഇറങ്ങാറായപ്പോഴത്തേക്ക് ജനം TVയുടെ ഒരു ലേഖകൻ ഒരു ചോദ്യം, ഈ 19 പേര് പരാജയപ്പെടാനിട വന്നതിൽ ശബരിമല വിഷയം ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ചോദ്യം കറക്റ്റ്. ഞാൻ പറഞ്ഞു ശബരിമല വിഷയം നന്നായി അവതരിപ്പിച്ച സ്ഥലങ്ങളിൽ പരാജയം ഉണ്ടായിട്ടില്ല. അത് പറയാൻ നമ്മൾ വിമുഖത കാണിച്ച സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. പരിശോധിച്ചാലേ പറയാൻ കഴിയൂ. ശബരിമലയിൽ ഒരാളെ പോലും കയറ്റണമെന്ന് സർക്കാരിനോ CPM-നോ ഒരു വാശിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വാശി ഉണ്ടായിരുന്നെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ വിളിച്ച് പറഞ്ഞാൽ എത്ര യുവാക്കൾ അവിടെ എത്തും, ലക്ഷക്കണക്കിന് യുവാക്കൾ അവിടെ എത്തുമായിരുന്നു. സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് നിലകൊണ്ടില്ലെങ്കിൽ ആരെങ്കിലും ഒരു യുവതി കയറി വന്നാൽ ആ യുവതിക്ക് പ്രവേശനാനുമതി കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ശ്രമിക്കുന്നു എന്നൊന്ന് വരുത്തണം. ഇല്ലെങ്കിൽ സുപ്രീം കോടതി പറയും ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ കെൽപ്പില്ലാത്തൊരു സർക്കാരിനെ എന്തിനാ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും. അതൊരു സുവർണാവസരമായി എടുത്ത് മോഡി സർക്കാർ ഈ ഗവൺമെന്റ് പിരിച്ചുവിടും. അത് ഒഴിവാക്കാൻ വേണ്ടി ആരെങ്കിലും വന്നാൽ സംരക്ഷണം കൊടുക്കും എന്നുള്ള ഒരു ഗവൺമെന്റ് നിലപാട് എടുത്തതല്ലാതെ ഈ ഉത്തരവ് നടപ്പാക്കാൻ പാർട്ടിയുമായി ബന്ധമുള്ള ചെറുപ്പക്കാരികൾ മുഴുവൻ അവിടെ എത്താൻ പാർട്ടി പറഞ്ഞു. ഒരാളോടെങ്കിലും പറഞ്ഞു, ഒരു പാർട്ടിക്കാരെങ്കിലും വന്നോ? ഒരാളും വന്നില്ല. വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാനാണ് പാർട്ടി ശ്രമിച്ചത് എന്ന് പറഞ്ഞതിന്റെ ഒരു ഫുൾ സെന്റൻസ്. അതിൽ നിന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് യുവാക്കൾ അവിടെ എത്തും. ആരിഫ് MP ഇങ്ങനെ ഒരു മര്യാദകേട്, ഒരു നെറികേടെന്ന് പറയാം. നമ്മുടെ രാഷ്ട്രീയ നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. ഇപ്പൊ ശരണ്യ മോഹൻ എന്ന് പറയുന്ന ശരണ്യ സ്നേഹജൻ എന്ന് പറയുന്ന സ്നേഹജൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക മഹാ അഹങ്കാരിയും കൊടരാത്തവരുമാണെന്ന് കുറച്ചാളുകൾ പറഞ്ഞു പരത്തുന്നുണ്ട്. അതൊരു വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. ഒരു നല്ലൊരു മാധ്യമ പ്രവർത്തകയാണ് എന്നാണ് ഫുൾ സെന്റൻസ്. അത് നടുക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് പറയുകയാണ് ശരണ്യ സ്നേഹജൻ എന്ന് പറഞ്ഞാൽ കൊടരാത്തവരും അഹങ്കാരിയുമാണ് ആരിഫ് എന്ന് പറഞ്ഞാൽ എന്നിങ്ങനെ ഇരിക്കും? ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കണ്ടേ? പല ഘട്ടങ്ങളിലും അങ്ങനെ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. വർഗീയമായി ആക്രമിക്കുക. ഞാൻ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ വന്നല്ലേ, തല്ലുകൊണ്ട് അടികൊണ്ട് ജയിലിൽ കിടന്ന് ഒക്കെ വളർന്നു വന്നല്ല, അതായത് ആകാശത്ത് കെട്ടിറക്കിയതാണോ? അത് ഒരു ഇടതുപക്ഷ നേതാവിന് ഒരു വർഗീയ മുഖം ഉണ്ടാക്കാനായി ബോധപൂർവ്വം ഒരു ശ്രമം നടന്നു എന്നുള്ളതാണല്ലോ. അത് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ അജണ്ടയായി തന്നെ BJPയും കോൺഗ്രസും എടുത്തിരിക്കുന്നത് എന്റെ ഈ പ്രസ്താവന 5 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ പറഞ്ഞതിന് കട്ട് ചെയ്ത് അവരുപയോഗിച്ചു പോട്ടെ. BJP അത് അങ്ങനെയാണ്. BJPയുടെ പൊളിറ്റിക്സ് എന്നതാണ്, വർഗീയ രാഷ്ട്രീയമാണ്. അവരത് ഉപയോഗിച്ചോട്ടെ. കോൺഗ്രസ്സുകാരത് പിന്തുടരാവോ? അതിന്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടും? BJPക്ക് കിട്ടും. അതാ. അപ്പൊ അതൊക്കെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്നാണ്, വളരെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. നമ്മളൊരിക്കലും ഒരു എല്ലാ മതം ഇപ്പൊ ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചു. നമ്മൾ ഓച്ചിറ ക്ഷേത്രത്തിന്റെ അവിടെ വോട്ട് പിടിക്കാനായിട്ട് ചെന്നു. അപ്പോൾ അവിടെ പൂജാരിയായിട്ട് നിൽക്കുന്ന ഒരു പഴയ എൽസിയോംബ്ര ക്ഷേത്രത്തിന്റെ നടയിൽ. അപ്പൊ അദ്ദേഹം പറഞ്ഞു വാസകാവ്യോ വാ വാ എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം കഴുത്തിലിട്ട മുല്ലപ്പൂമാല ഞാൻ ഊരിയില്ല. അങ്ങോട്ട് ചെന്നപ്പോൾ ഇദ്ദേഹം ജയിച്ചു വരും ഉറപ്പ് എന്നും പറഞ്ഞ്
പുള്ളി ഒരിതിട്ടു. നമ്മളിതൊന്നും തടയാനോ പിടിക്കാനോ ഒന്നും പറയത്തില്ലല്ലോ. സ്വാഭാവികമായി എല്ലാ മതങ്ങളെയും നമ്മൾ വിശ്വസിക്കുന്നതാണ്. എല്ലാ മതങ്ങളുടെയും ഞാൻ പോയിട്ടുള്ള അത്ര ക്ഷേത്രങ്ങളിൽ ഒട്ടുമിക്ക ഹിന്ദുക്കളും പോയിട്ടില്ല. ഹരിദ്വാർ, ഋഷികേശ് എല്ലാം പോയിട്ടുണ്ട്. ഞാൻ മക്ക, മദീന എല്ലാം പോയിട്ടുണ്ട്. സെന്റ് പോൾസ് കത്തീഡ്രൽ പോയിട്ടുണ്ട് ലണ്ടനിൽ. നമ്മൾ എല്ലാ ദേവാലയങ്ങളും പോകും, എല്ലാ സ്ഥലത്തും പോകും, എല്ലാം ബഹുമാനിക്കും. അപ്പോൾ മാതാ അമൃതാനന്ദ മൈമ്പടത്തിൽ പോയിട്ടുണ്ട്, പിന്നെ മണ്ണാർശാലയിൽ പോയിട്ടുണ്ട്. എല്ലാ മുസ്ലിം ഇവിടെയുള്ള എല്ലാ മുസ്ലിം പള്ളികളിലെയും വിവിധ ആഘോഷ പരിപാടികളെല്ലാം ക്ഷണിക്കാറുണ്ട്. ഞാൻ നോമ്പനുഷ്ഠിക്കും, എല്ലാം ചെയ്യുന്ന ആളാണ്. വെള്ളിയാഴ്ച ദിവസങ്ങൾ പള്ളിയിൽ പോകുന്ന ആളാണ്. ഇതെല്ലാം ഉണ്ട്. ഞാൻ കുറി തൊട്ടത് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഈ മണ്ഡലത്തിലെ ഇനി ഒരു മുസ്ലിം പേരുകാരനുണ്ടോ അവർ കാണാൻ വേറെ ആരും ബാക്കിയില്ല. അത്ര രൂപത്തിലാണ് കോൺഗ്രസ് ഇത്തവണ പ്രചരണം നടത്തിയിരിക്കുന്നത്. ഇതൊക്കെ നേരും നെറിയുമുള്ളൊരു പൊളിറ്റിക്സാണ്. ഞാൻ ഇപ്പോ ഇതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വീടുകളിൽ എത്തിക്കുകയാണ്. ഞാൻ പിന്നെ ബഹുദൈവ ആരാധകനാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഏതാ അത്തരത്തിലുള്ള അതാണ് അദ്ദേഹം പറയുന്നത്. മാധ്യമങ്ങളിൽ നിന്നും അടക്കം അത്തരം വിമർശനങ്ങൾ പറയാത്ത വാചകങ്ങളെ വെട്ടിമുറിച്ച് നടത്തിയെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ ഒരു വർഗീയ പ്രചരണത്തിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രചരണം ഉണ്ടാവരുത് എന്നുള്ളതാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ. എനിക്കിതിലൊന്നും ഞാൻ വിഷമമുണ്ടെങ്കിൽ പോലും ഞാനത് രാഷ്ട്രീയം കൊണ്ട് കരിച്ചിലെ ഞാൻ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇതുപോലെ ഒരു ആഘോഷ ചടങ്ങിൽ ഒരു അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഞാൻ അമ്പലത്തിലോട്ട് കയറി ചെല്ലുമ്പോൾ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ചെണ്ടയും കൂട്ടി വരുന്നത്. ഇദ്ദേഹം എന്നെ കണ്ട സന്തോഷത്തിന് ഈ ചെണ്ട എടുത്ത് എന്റെ കഴുത്തിലോട്ട് ഇട്ടു. കണ്ട് കോലിഞ്ഞു നിന്നു. ഞാൻ ചെണ്ട കൊട്ടിക്കൊണ്ട് പോയി. അപ്പൊ ഈ കളറെല്ലാം കൂടെ വാരി എന്റെ മുഖത്തെറിഞ്ഞ് ഇതുണ്ടല്ലോ ഹോളി ആഘോഷം പോലെ എല്ലാം കൂടി ഇട്ട് ഞാൻ ഈ കളറുമൊക്കെ ഇട്ട് ഈ ചെണ്ടയും കൊട്ടി അമ്പലത്തിൽ കൂടെ നടക്കുന്ന പടം എടുത്തു. ആ പടം അന്നത്തെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പടമായിട്ട് ഒരു ആപ്പിൾ ഫോൺ കിട്ടിയ ഫോട്ടോഗ്രാഫർക്ക് ഒരു മനോരമ നടത്തിയ മത്സരത്തിൽ ഏറ്റവും നല്ല ഫോട്ടോ അതവൻ കൊണ്ടുപോയി. ചീത്ത മുഴുവൻ ഞാനും പിടിച്ചു. ഇത് വെച്ചിട്ട് നേരെ മുസ്ലിം പള്ളികളിൽ കംപ്ലീറ്റ് അമ്പലത്തിൽ ചെണ്ട കൊട്ടുന്ന ആരിഫ് എന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചു. ഇങ്ങനെ പ്രചരിപ്പിച്ചു കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ എന്താ സ്ഥിതി? 39,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത്. റെക്കോർഡ് ഭൂരിപക്ഷം. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ പറഞ്ഞ രീതിയിൽ വർഗീയമായി പ്രചരണങ്ങളിലേക്ക് പോകാതെ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയം കൊണ്ട് നേരിടാനുള്ള ഒരു ബോധം എല്ലാവരും കാണിക്കണം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാണിക്കണമെന്നാണ് എമാരിഫ് പറയുന്നത്. അത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഇത്തവണയും ആരംഭിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും പലയിടങ്ങളിലും തന്റെ ഫോട്ടോകളടക്കം തെറ്റായി പ്രചരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ആലപ്പുഴ ഇത്തവണ വലിയൊരു മത്സരമാണ്. ആ മത്സരത്തിൽ വർഗീയത ഒരു പ്രധാന ഘടകമായി മാറാതിരിക്കട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുകയാണ്. അത്തരത്തിൽ നല്ലൊരു നല്ലൊരു തിരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണ എന്നുള്ളത്. എന്തായാലും എല്ലാവിധ ആശംസകളും. അതെ, അദ്ദേഹം ഇനി അദ്ദേഹത്തിന് കായംകുളത്തെ പരിപാടികളിലേക്ക് പോകേണ്ടതുണ്ട്. പരിപാടികളുമായി അദ്ദേഹം നീങ്ങുകയാണ്. അപ്പോൾ ഹാർഡ് വർക്ക് ആണെന്നറിയാം. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് നന്ദി. കാര്യങ്ങളുമായി പോട്ടെ, ഇങ്ങോട്ട് പോട്ടെ. അതെ, ശരി എന്നാ.